എല്ലാവരും പറഞ്ഞത് നോക്കുമ്പോൾ ഞാൻ കയറിയത് ഡ്യൂപ്ലിക്കേറ്റ് രാജധാനിയിലാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കണ്ണൂർ മുതൽ ഡൽഹി എത്തുമ്പോഴത്തേക്കും അതൊരു 100 തവണ ബ്രേക്ക് പിടിച്ചിട്ടാവും. അതൊക്കെ പോട്ടെ, നമുക്ക് ട്രെയിനിലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ആദ്യം തന്നെ നമ്മൾ എപ്പോൾ അടിക്കുന്ന പോലെ ഒരു ടോണർ അടിച്ചിട്ട് മുഖം നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 3-4 ദിവസം കുളിച്ചിട്ടില്ല. കുളിക്കാത്തത് അത്ര വലിയ വിഷയമൊന്നുമല്ല. നമ്മളെ കയ്യിൽ വൈപ്സ് ഉണ്ടല്ലോ, അത് വെച്ച് മൊത്തം ഒന്ന് തുടച്ച് പഠിച്ചെടുത്താൽ മതി. അതിനുശേഷം വീണ്ടും ആ ടോണർ എടുത്തടിച്ചു. എന്നാലും ഒരു ഫ്രഷ് ഫീൽ നമുക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ എപ്പോഴും തേക്കുന്ന പോലെ തന്നെ ഗ്ലൂട്ട ഹയ, അത് ഞാൻ ആദ്യമൊന്നും ഉപയോഗിക്കലുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം നല്ല രസമുണ്ട്. കാരണം ഇങ്ങോട്ട് എത്തുന്നതിനനുസരിച്ച് തണുപ്പ് കൂടുന്നതിന് നമ്മുടെ ശരീരം നന്നായിട്ട് വരഞ്ഞ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് തേക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടി. കൈക്കും കാലിനും മുട്ടത്തെല്ലാം ഞാൻ തന്നെ തേച്ചു. ഐലൈനറെല്ലാം എനിക്ക് നന്നായിട്ട് വരക്കണം എന്നുണ്ടായിരുന്നു. ട്രെയിനിൻ്റെ അമ്മാതിരി കുലുക്കം കാരണം വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്ന വെച്ച് വരച്ചിട്ടാ. കൺമഷി വരെ കണ്ണ് കുത്തിക്കാരണം വെച്ച് കൈക്ക് വരച്ചിട്ടാണ് ഞാൻ ഇട്ടിന്. അതിനിടയ്ക്ക് എന്നോടൊരു ഹിന്ദിക്കാരനാന്ന് തോന്നുന്നു എന്തോ വന്നിട്ട് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഇംഗ്ലീഷിൽ എന്തെല്ലോ പറഞ്ഞങ്ങ് വിട്ടു. പിന്നെ തമ്മിൽ വേദം തൊമ്മെന്ന് പറയുന്ന പോലെ അറിയാവുന്ന ഇംഗ്ലീഷെല്ലാം പറഞ്ഞ് അയാളെ ഞാൻ അങ്ങ് വിട്ടു. അറിയാത്ത ഹിന്ദി പറഞ്ഞ് നമ്മളെന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്, വേണ്ടാത്തവൻ. പിന്നെ കുറച്ച് ലിപ് ബാമും ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ട് ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കാൻ പോക്കേനു. കാരണം എൻ്റെ ട്രെയിൻ നിർത്താനായി. ഞാനിപ്പോൾ സ്റ്റേഷനിൽ. ട്രെയിനിൽ പിന്നെ ഇത്രയല്ലേ പറ്റുള്ളൂ. കാരണം പരിചയമില്ലാത്ത 4 ആളെ കാണുമ്പോൾ എത്ര എക്സ്ട്രോവേർട്ടാന്ന് പറഞ്ഞാലും ഇൻട്രോവേർട്ടായി മാറുന്ന ഒരു ചെറിയ സ്വഭാവം എനിക്കും ഉണ്ട്. ഇതോടുകൂടി ട്രെയിനിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി കാശ്മീരിലെ വിശേഷങ്ങൾ കാണാൻ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. ബൈ.